യുണൈറ്റഡും ടോട്ടൻഹാമും തമ്മിലുള്ള മാച്ചിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് യുണൈറ്റഡിൻ്റെ കുറച്ച് ഇഷ്യൂസിനെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ജേഡൻ സാൻചോ ഓൾറെഡി ലോണിൽ 6 മാസത്തെ ലോണിൽ ഡോട്ട്മുണ്ടിനെ ജോയിൻ ചെയ്തു. അപ്പം ഏകദേശം ഒരു 4 മില്യൺ യൂറോസിൻ്റെ ഒരു ഓവറോൾ പാക്കേജ് ആ ഒരു ഡീലിലാണ് ഡോട്ട്മുണ്ടിനെ സാൻചോ യുണൈറ്റഡിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം സാൻചോ അങ്ങോട്ട് പോകുമ്പോഴത്തേനും യുണൈറ്റഡിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 6 മാസത്തെ ആ ഒരു വേജ് ബില്ലിൽ നിന്ന് പുള്ളിയുടെ സാലറി ഒരു ഓൾമോസ്റ്റ് 250K സാലറിയിൽ നിന്ന് മാറി കിട്ടും. അപ്പോൾ ഈ ഒരു ഡീൽ ഇപ്പോൾ 4 മില്യനും എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു 4 മില്യൺ യൂറോസും പാക്കേജും എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ട് യുണൈറ്റഡിന് ഏകദേശം ഒരു 5 മില്യൺ പൗണ്ട്സ് 6 മാസത്തിന് 5 മില്യൺ പൗണ്ട്സ് യുണൈറ്റഡിൻ്റെ വേജ് ബില്ലിൽ നിന്ന് മാറി കിട്ടുന്നു എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി യുണൈറ്റഡിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ജേഡൻ സാൻചോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ജേഡൻ സാൻചോ പ്രോബബ്ലി ബുണ്ടസ്ലീഗയിൽ പോയിട്ട് ഡോട്ട്മുണ്ടിന് വേണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം ജേഡൻ സാൻചോയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ഇത്രയും ഫിസിക്കലായിട്ടുള്ള ഇത്രയും അഗ്രസീവായിട്ടുള്ള ഈ ലീഗ് ഇത് പുള്ളിക്ക് പറ്റുന്ന ലീഗാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ടെക്നിക്കലി കുറച്ചുകൂടെ സൗണ്ടായിട്ടുള്ള ലാ ലീഗ അല്ലെങ്കിൽ ബുണ്ടസ് ലീഗ ഇങ്ങനത്തെ ലീഗുകളിലായിരിക്കും കുറച്ചുകൂടെ ജേഡൻ സാൻചോ കുറച്ചുകൂടെ ഫ്ലറിഷ് ചെയ്യുന്നത്. അപ്പം ജേഡൻ സാൻചോയുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും ജേഡൻ സാൻചോയ്ക്ക് മെൻറ്റാലിറ്റി ഇഷ്യൂസ് അത് ഒരു സെപ്പറേറ്റ് ഒരു പ്രോബ്ലമാണ് ജേഡൻ സാൻചോയ്ക്ക്. അപ്പം ജേഡൻ സാൻചോ, ജെസ്സി ലിംഗാർഡ്, പോൾ പോഗ്ബ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ നോക്കിയാൽ ഇവരെയൊക്കെ നമുക്ക് ഒരു കുടക്കീഴിൽ നിർത്താൻ പറ്റുന്ന മെൻറ്റാലിറ്റി വൈസ് ഒരു കുടക്കീഴിൽ നിർത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്ലെയേഴ്സാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരെല്ലാവരും അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലെയേഴ്സാണ്. അപ്പം പ്രീമിയർ ലീഗിൽ അതുപോലെ തന്നെ യുണൈറ്റഡിൽ എക്സ്ട്രീം പ്രഷറാണ് ഇവിടെ. ഇപ്പം ഈ ടെൻ ഹാഗൊക്കെ പറഞ്ഞ പോലെ പ്രഷർ കുക്കർ സിറ്റുവേഷനാണ് യുണൈറ്റഡിനകത്ത്. അപ്പോൾ ആ ഒരു പ്രഷറിനെ സോക്കപ്പ് ചെയ്ത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ജേഡൻ സാൻചോയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു ബുണ്ടസ്ലീഗയിൽ ഡോട്ട്മുണ്ടിനെ ജോയിൻ ചെയ്ത് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പുള്ളിക്ക് നല്ല കുറച്ചുകൂടെ പുള്ളിയുടെ വാല്യൂ കൂടും. ഈവൻ നമുക്ക് ഡോട്ട്മുണ്ടിന് തന്നെ വേണമെങ്കിൽ വിൽക്കാം. ഒരു 35 to 40 മില്യൺ പൗണ്ട്സ് ഒക്കെ ഡോട്ട്മുണ്ടിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. പ്ലസ് നമ്മളൊരു കാര്യം ഒരു കോൺട്രാക്റ്റിൽ ആ ഒരു സാധനം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്യൂച്ചർ സെയിലിൽ ഒരു ഇത്ര പെർസെൻറ്റേജും കൂടെ നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്ത് ആ രീതിയിൽ ഡോട്ട്മുണ്ടിന് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ പുള്ളി ഓൾറെഡി ജേഡൻ സാൻചോ പുള്ളിയുടെ ഈ ഒരു ഡീആക്ടിവേറ്റഡ് ആയി കിടന്ന പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പൊടിയൊക്കെ തട്ടിയെടുത്ത് ഡോട്ട്മുണ്ടിൻ്റെ പിക്ചേഴ്സൊക്കെ അതിനകത്തോട്ട് പുള്ളി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം യുണൈറ്റഡിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് പുള്ളിക്ക് യാതൊരു രീതിയിലും പുള്ളി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇപ്പം ജേഡൻ സാൻചോയുടെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പം ആന്റണി മാർഷ്യലിനെ നമ്മൾ ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആന്റണി മാർഷ്യലിന് വേണ്ടി ആരും പ്രത്യേകിച്ച് മുന്നിലേക്ക് വരുന്നില്ല. അങ്ങനത്തെ ടോക്സ് ഒന്നും നടക്കുന്നില്ലെന്ന് ഫബ്രീസിയോ റൊമാനോ വരെ പറയുന്നുണ്ട്. ഇടയ്ക്ക് ഫെനർബാഷയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈവൻ നമ്മൾ ഫ്രീ ആയിട്ട് പുള്ളി അങ്ങോട്ട് വിടാൻ ശ്രമിച്ചാലും പുള്ളിക്ക് വേണ്ടി ആൾക്കാരില്ല. കാരണം ഈ ഇഞ്ചുറി ഇഷ്യൂസ്, പെർഫോമൻസിലുള്ള ഡ്രോപ്പ്, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ആന്റണി മാർഷ്യലിനും ആൾക്കാരൊന്നുമില്ല. ആന്റണി മാർഷ്യൽ ഈ ഒരു 6 മാസത്തേന് നമ്മളെടുക്കുകയെന്ന് ഒരു വേറൊരു ടീമിലേക്ക് ലോണിൽ വല്ലതും പോയിരുന്നെങ്കിൽ നമുക്കിതുപോലെ 4-5 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു കുറവ് ആ ഒരു വേജ് ബില്ലിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയാണ്. പക്ഷെ അത് നടക്കും എന്ന് തോന്നുന്നില്ല. ഇവിടെ തന്നെ പുള്ളിയുടെ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ആ ഒരു സമ്മർ ട്രാൻസ്ഫർ അതായത് 6 മാസം കൂടെ പുള്ളിയുടെ കോൺട്രാക്റ്റ്. അപ്പോൾ ആ ഒരു 6 മാസം കൂടെ യുണൈറ്റഡിൽ കടിച്ചു തൂങ്ങി പുള്ളി കിടക്കും. അപ്പം അതിനകത്ത് യാതൊരു ചേഞ്ചും ഇല്ല. പിന്നെ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഇന്നലെ വന്ന വേറൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമി പ്രോഡക്റ്റായിട്ടുള്ള അൽവാരോ ഫെർണാണ്ടസ്, സ്പെയിൻ നാഷണൽ ആയിട്ടുള്ള അൽവാരോ ഫെർണാണ്ടസ് പുള്ളി ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ബെൻഫിക്ക ഓൾറെഡി പുള്ളിക്ക് വേണ്ടി യുണൈറ്റഡുമായിട്ട് ടോക്സ് നടക്കുന്നു. പെർമനൻ്റ് ആയിട്ട് പുള്ളിയെ സൈൻ ചെയ്യാനുള്ള ബെൻഫിക്ക ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ബെൻഫിക്ക പോണക്കത്തെ ടീം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തെമ്പാടുമുള്ള അവരുടെ സ്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്കൗട്ടിംഗ് നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. അവർ ടാലൻസിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലൊക്കെ അവർ എക്സ്ട്രീംലി ഗുഡാണ്. അപ്പം അൽവാരോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിൽ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പുള്ളിയുടെ ടാലൻറ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ഒരു ടാലൻറ്റിനെ നമ്മൾ ഇപ്പം 10 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലിലൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. കൺഫർമേഷൻ ഒന്നുമില്ല. 10 മില്യൺ പോർച്ചുഗലിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ബെൻഫിക്കയും യുണൈറ്റഡ് തമ്മിൽ ടോക്സ് നടക്കുന്നു. അപ്പം പിന്നെ 10 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലിൽ പ്രോബബ്ലി അൽവാരോ ഫെർണാണ്ടസിനെ അങ്ങോട്ട് സൈൻ ചെയ്തേക്കാം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ 10 മില്യൺ യൂറോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീനട്സ് ആണ്. നമ്മൾ നമ്മുടെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനൊക്കെ വെറുതെ ചുമ്മാ വിറ്റഴിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തന്നെ എടുത്തു. ടെഡൻ മെങ്കി ആയാലും ഇലാങ്ക ആയാലും പിന്നെ ആരാ നമ്മൾ വിട്ട് പിന്നെ സിദാൻ ഇക്ബാൽ, അപ്പം ജിമ്മി ഗാർണർ, ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ എല്ലാം കൂടെ നമുക്ക് അല്ലെങ്കിൽ 10-32 മില്യൺ എന്തോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ചെൽസി ഓൺ ദ ഫീൽഡ് അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിലും അവരവരുടെ ലെവിസ് ഹാളിനെ പോണക്കത്തെ
പ്ലെയേഴ്സിനൊക്കെ 34 മില്യൺ പൗണ്ട്സിനാണ് വിൽക്കുന്നത്. അപ്പോൾ അവർ വിൽപ്പനയുടെ കാര്യത്തിലൊക്കെ അവരെ നമ്മൾ കണ്ടുപിടിക്കണം. ഓൺ ദ ഫീൽഡിൽ മോശമാണെങ്കിൽ വിൽപ്പനയുടെ കാര്യത്തിൽ ഈ ഡീലൊക്കെ ഈ രീതിയിൽ നടത്തുന്ന കാര്യത്തിൽ നമ്മൾ അവരെ കണ്ടുപിടിക്കണം. അപ്പം ജോൺ മാർട്ടറും ടീംസും അല്ലേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ രീതിയിലുള്ള എക്സ്പെക്ടേഷനൊക്കെ മതി. അപ്പോൾ ഇനിയും വരുന്ന കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരു മാറ്റം വന്നേക്കാം. ഈ ഒരു അൽവാരോ ഫെർണാണ്ടസിൻ്റെ ഡീലിൻ്റെ കാര്യത്തിലും ഇതുവരെയായിട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇതുവരെയായിട്ടും ടോക്സ് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ടോക്സ് നടന്ന് പുള്ളി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ചീപ്പറായിട്ടുള്ള ഒരു പ്രൈസിനാണ് പുള്ളി വിടുന്നെങ്കിൽ നമ്മളൊരു ബൈബാക്ക് ക്ലോസ് അത് നിർബന്ധമായിട്ടും അതിനകത്ത് വെച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി അവിടെ ചെന്ന് ഏതായാലും ബെൻഫിക്ക അവരുടെ ടാലൻസിനെ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവരെ വളർത്തിയെടുത്ത് നല്ല പ്രൈസിന് വിൽക്കാൻ നല്ല മിടുക്കരാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഭയങ്കരമായിട്ട് പുള്ളി ഒരു സ്റ്റാറായി മാറുകയാണെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ക്ലബ്ബുകൾ വന്നിട്ട് പുള്ളിക്ക് നല്ല പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചർ സെയിലിൻ്റെ ഒരു പെർസെൻറ്റേജും കൂടെ ആ രീതിയിലൊക്കെ ആഡ് ചെയ്ത് ഒരു ചീപ്പർ പ്രൈസിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമില്ല. അല്ല ചുമ്മാ നമ്മൾ ഡയറക്റ്റ് ആ ഒരു ഡീലിൽ 10 മില്യൺ യൂറോസിനൊക്കെ കൊടുത്ത് വിറ്റ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഇനി നമ്മൾ മാച്ചിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മാച്ചിന് മുന്നേ എല്ലാവരും മിക്കവാറും ടോട്ടൻഹാമിനെ ആയിരിക്കും ഫേവറേറ്റ്സ് എന്ന് പറയാൻ വേണ്ടി സാധ്യത. പക്ഷേ അപ്പോൾ ആ ഒരു ആദ്യത്തെ മാച്ചിൽ ഈ ഒരു പ്രീമിയർ ലീഗ് സീസൺ ആദ്യത്തെ മാച്ചിൽ ടോട്ടൻഹാമാണ് ജയിച്ചത്. സോ അതും വളരെ കൺവിൻസിംഗ് ആയിട്ട് അവർക്ക് ജയിക്കാൻ വേണ്ടി പറ്റി. കുറേ നാളുകൾക്ക് ശേഷം യുണൈറ്റഡിനെതിരെ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ടോട്ടൻഹാം ആ ഒരു മാച്ച് ജയിച്ചത്. അപ്പം പക്ഷേ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴത്തേനും എനിക്ക് ഈ ഒരു ടോട്ടൻഹാം ടീം അത്ര സ്ട്രോങ്ങർ അല്ല, കുറച്ച് വീക്കൻ ആയിട്ടുള്ള ആ ഒരു സ്ക്വാഡ് കുറച്ച് വീക്കൻ ആയെന്നാണ് എൻ്റെ ഒരു പക്ഷം, അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ അതാണ്. അപ്പം ഹ്യൂമിൻ സോണിൻ്റെ കാര്യം നോക്കിയാൽ പുള്ളി AFC ഏഷ്യൻ കപ്പിന് പോയി. അതുപോലെ നമ്മുടെ ബിസോമ ആയാലും പിന്നെ പപ്പെ സാറൊക്കെ ആയാലും അവരൊക്കെ ആഫ്കോൺ കപ്പിന് പോയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല അവരുടെ ഇഞ്ചുറി ഇഷ്യൂസിൻ്റെ കാര്യം നോക്കിയാൽ ബെൻ ഡേവിസ് ഇഞ്ചുവേർഡ്, ലോസെൽസോ ഇഞ്ചുവേർഡ്, മാഡിസൺ ഓൾറെഡി ഇഞ്ചുവേർഡ് ആണ്. പിന്നെ ക്രിസ്ത്യൻ റൊമേരോയുടെ കാര്യത്തിൽ പുള്ളി ട്രെയിനിങ് ഒക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു പ്ലെയറും ഈ ഒരു മാച്ചിൽ കാണത്തില്ലെന്ന് ആഞ്ച് പോസ്റ്റക്കോഗ്ലു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സ്ക്വാഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി അവരുടെ സ്ക്വാഡ് എന്താണെങ്കിലും കുറച്ച് വീക്കൻ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടോട്ടൻഹാം സൈൻ ചെയ്ത തിമോ വേർണർ ആയാലും റാഡു ഡ്രാഗുഷൻ ഈ രണ്ട് പ്ലെയേഴ്സും പ്രോബബ്ലി ഇന്നത്തെ മാച്ചിൽ ഇൻവോൾവ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം തിമോ വേർണർ എന്താണെങ്കിലും അവരുടെ ഫോർവേഡ്സ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ തിമോ വേർണർ മിക്കവാറും സ്ട്രൈക്കറായിട്ട് ഇന്നത്തെ മാച്ചിൽ കളിച്ചേക്കാം. അപ്പോൾ അതുപോലെ തന്നെ റാഡു ഡ്രാഗുഷിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബയൺ മ്യൂണിച്ചിനെ റിജക്റ്റ് ചെയ്തിട്ടാണ് ടോട്ടൻഹാമിലോട്ട് ഈ ഒരു പ്ലെയർ വന്നിരിക്കുന്നത്. അപ്പം ഇറ്റാലിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പ്ലെയർ ശരിക്കും ഭയങ്കര ഫിസിക്കലായിട്ടുള്ള പ്ലെയറാണ്, ഭയങ്കര അഗ്രസീവാണ്. ഫ്യൂച്ചർ അല്ലെങ്കിൽ വാൻഡൈക്കിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനോട് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാൻഡൈക്ക് എന്നൊക്കെയാണ് പുള്ളിയെ, അല്ലെങ്കിൽ റൊമേനിയൻ വാൻഡൈക്ക് എന്നൊക്കെയാണ് പുള്ളിയെ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ വരുന്നു. ശരിക്കും പ്രീമിയർ ലീഗ് തന്നെ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർ തന്നെ എക്സൈറ്റഡ് ആയിരിക്കും ഇങ്ങനത്തെ അഗ്രസീവായിട്ടുള്ള ഭയങ്കര ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ വരുന്ന ഈ ഒരു ഡിഫൻഡറിനെ പ്രീമിയർ ലീഗിൽ കാണാൻ വേണ്ടി തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്ലെയർ റാഡു ഡ്രാഗുഷൻ ഇന്നത്തെ മാച്ചിൽ പ്രോബബ്ലി കളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു കളിക്കാനുള്ള ആ ഒരു ഫസ്റ്റ് 11 ആ ഒരു പ്ലേസ് ഒക്കെ ഗ്യാരണ്ടി ചെയ്തിട്ടാണ് പുള്ളി ബയൺ മ്യൂണിച്ചിനെ റിജക്റ്റ് ചെയ്ത് ടോട്ടൻഹാമിൽ വന്നത് എന്നൊക്കെയുള്ള ന്യൂസ് കേൾക്കുന്നു. ആഞ്ച് പോസ്റ്റക്കോഗ്ലുവിൻ്റെ ആ ഒരു ഗ്യാരണ്ടിയിൽ തന്നെയാണ് പുള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല, അല്ലാതെ ഇപ്പം ബയണിനെ റിജക്റ്റ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ഈ ഒരു അടുത്ത ഫേസിൽ 21 വയസ്സല്ലായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ആ ഒരു ഫേസിൽ പ്രോബബ്ലി യുവൻറ്റസിലെ ആ ഒരു പുള്ളിയുടെ ആ ഒരു പഴയ ആ ഒരു ഫെയിലിയറിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ടോട്ടൻഹാം ആയിരിക്കും നല്ലത്. ബയണിൽ പോകുന്നതിന് മുന്നേ ടോട്ടൻഹാമിൽ വന്നിട്ട് പിന്നെ ഒരു ബെറ്റർ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ഒരു ടോട്ടൻഹാമിനെ ഈ ഒരു റാഡു ഡ്രാഗുഷൻ ചൂസ് ചെയ്തത്. ഇനി നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ യുണൈറ്റഡ് ശരിക്കും ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴത്തേനും ഒനാന ഇതുവരെയായിട്ടും ആഫ്കോൺ കപ്പിന് പോയിട്ടില്ല. പുള്ളി ഈ ഒരു സ്പേഴ്സിനെതിരെയുള്ള ഈ ഒരു മാച്ചിന് പുള്ളി അവൈലബിൾ ആണ്. പക്ഷേ അമരവാത്ത് ഓൾറെഡി മൊറോക്കോയെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് ആഫ്കോൺ കപ്പിന് വേണ്ടി. ഇപ്പം അമരവാത്ത് ഈ ഒരു മാച്ചിനെ കാണത്തില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ മാച്ചിലൊന്നും ഇല്ലായിരുന്ന ആൻ്റണി, അതുപോലെ തന്നെ എറിക്സൺ, അമാദ് ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ തിരിച്ചു വരുന്നു. ലൂക്ക് ഷോ, അതുപോലെ തന്നെ കസമീറോ, ലിസാൻഡ്രോ മാർട്ടിനസ് ഇവരൊക്കെ ഇന്നത്തെ മാച്ചിൽ അല്ലെങ്കിൽ സെലക്ഷൻ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലാണ് ടെൻ ഹാഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മാച്ച് യുണൈറ്റഡിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യുണൈറ്റഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ ഒരു മാച്ചിൽ ടോട്ടൻഹാം കുറച്ച് വീക്കറാണ്, അതുപോലെ തന്നെ ഓൾഡ് ട്രാഫോർഡിലാണ് മാച്ച്. ഇതൊക്കെ ശരിക്കും യുണൈറ്റഡിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒത്തിരി പ്ലെയേഴ്സ് യുണൈറ്റഡിൻ്റെ തിരിച്ചു വരുന്നു, പരുക്കൊക്കെ കഴിഞ്ഞ് ഒത്തിരി പ്ലെയേഴ്സ് തിരിച്ചു വരുന്നു. കുറച്ചുകൂടെ ബെറ്റർ സ്ക്വാഡ് സ്ട്രെങ്ത് വൈസ് അല്ലെങ്കിൽ ഓൺ പേപ്പർ കുറച്ചുകൂടെ ബെറ്റർ സ്ക്വാഡ്
യുണൈറ്റഡിൻ്റെതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യുണൈറ്റഡ് ഓൺ ദ ഫീൽഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ ഒരു പ്രത്യേക ദിവസം അവരെങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ടോട്ടനാം എന്ന് പറയുന്ന ടീം, അല്ലെങ്കിൽ ആഞ്ച് പോസ്റ്റക്കോഗ്ലുവിൻ്റെ ഈ ഒരു ടീം എന്ന് പറയുന്നത്, അവർ കുറച്ചുകൂടെ ബെറ്റർ ബോൾ പ്ലേയിങ് ടീമാണ്. അവർ പൊസഷൻ കൂടുതൽ കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ചിൽ ടോട്ടനാം ആയിരിക്കും കൂടുതൽ പൊസഷൻ കൈവെക്കാൻ വേണ്ടി പോകുന്നത്. അത് ശരിക്കും യുണൈറ്റഡിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. നമുക്കെതിരെ പൊസഷൻ ഒത്തിരി കൈവച്ചുകൊണ്ടിരുന്ന ഈ ഒരു ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള നമ്മുടെ ആ ഒരു ടാക്ടിക്സ് അത് തന്നെ ആയിരിക്കണം ഇന്നത്തെ മാച്ചിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ ടോട്ടനാമിൻ്റെ മാച്ച് നോക്കിയാൽ ടോട്ടനാമിനെതിരെ വെസ്റ്റ് ഹാം പോണക്കത്തെ പ്യുവർ കൗണ്ടർ അറ്റാക്കിംഗ് ടീം കളിച്ച ഒരു രീതിയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു അവർ വെറും സിറ്റ് ബാക്ക് ആൻഡ് ഡിഫൻഡ് മാത്രമായിരുന്നില്ല, അവർ മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ബോൾ വിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഹാഫിൽ, സ്പേഴ്സിൻ്റെ തന്നെ ഹാഫിൽ ഹയർ അപ്പ് ദ പിച്ച് മാക്സിമം ഇവർ ബിൽഡപ്പ് ചെയ്യുന്ന ഫേസിലൊക്കെ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് പെട്ടെന്ന് ആ ഒരു ഹൈ ടേൺ ഓവേഴ്സ് വഴി അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്ട്രീംലി പേസി അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിങ്ങിലും ട്രാൻസിഷൻസിലും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ടീം ആ ഒരു സംഭവമായിരിക്കും ഇന്നത്തെ മാച്ചിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ജയിക്കും എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, വെറുതെ എനിക്ക് ട്രോൾ മേടിച്ച് കൂട്ടാൻ വേണ്ടി വയ്യ. പക്ഷേ എനിക്ക് ഈ ഒരു ടോട്ടനാമിൻ്റെ ഈ ഒരു ടീമിനെ നോക്കുമ്പോഴും അതുപോലെ തന്നെ യുണൈറ്റഡ് റീസെൻ്റ്ലി ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ, ഇപ്പം പൊസഷൻ കൂടുതൽ കൈവശം വെക്കുന്ന ടീമുകൾക്കെതിരെയുള്ള യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് നല്ല രീതിയിൽ ഇന്നത്തെ മാച്ചിൽ പെർഫോം ചെയ്യുമെന്നുള്ള ആ ഒരു ഹോപ്പ് എനിക്ക് ഇന്നത്തെ മാച്ചിനെ സംബന്ധിച്ചുണ്ട്. ശരിക്കും സ്പേഴ്സിൻ്റെ കാര്യത്തിൽ അവരുടെ എവേ ഫോമിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 4 മത്സരങ്ങൾ, സ്പേഴ്സിൻ്റെ ലാസ്റ്റ് 4 മത്സരം നോക്കിയാൽ ആ ഒരു 4 മത്സരത്തിൽ ഒരു മത്സരമാണ്, എവേ മത്സരമാണ് അവർ ജയിച്ചിരിക്കുന്നത്. അത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള മാച്ചാണ് അവർ ജയിച്ചത്. പിന്നെ സിറ്റിക്കെതിരെ ഡ്രോ, ബ്രൈറ്റനെതിരെ തോൽവി, അതുപോലെ തന്നെ വോൾസിനെതിരെ തോൽവി. അപ്പോൾ അങ്ങനെ 2 മാച്ച് തോറ്റു, 1 ഡ്രോ, 1 ജയം. അതാണ് അവരുടെ ഒരു എവേ റെക്കോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓൾഡ് ട്രാഫോർഡിലുള്ള ഒരു യുണൈറ്റഡിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും എനിക്ക് ആ രീതിയിലും ഒരു പോസിറ്റീവ്, ഇപ്പം ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോഴും ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസാൻഡ്രോ മാർട്ടിനസ് മാച്ച് ഫിറ്റ് ആണെങ്കിൽ പുള്ളിയെ സ്ട്രൈറ്റ് അവേ ആ ഒരു ടീമിലേക്ക് കൊണ്ടുവരിക. ലിസാൻഡ്രോ മാർട്ടിനസ് വരാൻ ആ ഒരു ഡിഫെൻസീവ് പെയർ വരട്ടെ. ലൂക്ക് ഷോ ഫിറ്ററാണെങ്കിൽ ലൂക്ക് ഷോ ലെഫ്റ്റ് ബാക്കായിട്ട്, റൈറ്റ് ബാക്കായിട്ട് അരോൺ വാൻ ബിസാക്ക. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡിൽ കോബി മെനു എന്ന് പറയുന്ന പ്ലെയർ കഴിഞ്ഞ മാച്ചിൽ എൻ്റെ പൊന്നെ നമുക്കറിയാം, പുള്ളി ഓൺ ദ ബോളുള്ള പുള്ളിയുടെ എബിലിറ്റിയെക്കുറിച്ച് നമ്മളെല്ലാവരും എല്ലാ മാച്ചിന് ശേഷവും പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ പുള്ളിയുടെ ഓഫ് ദ ബോൾ പുള്ളിയുടെ എബിലിറ്റികൾ, പുള്ളി എനിക്ക് തോന്നുന്നൊരു 8 ടാക്കിൾസ്, 10 ടാക്കിൾസ്, 8 ഡ്യൂവൽസ്. അപ്പം ഈ രീതിയിലൊക്കെ ഓഫ് ദ ബോളും പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. 18 വയസ്സുള്ള മനുഷ്യനാണെന്ന് ഓർക്കണം. അപ്പം ആ ഒരു പ്ലെയർ ഇന്നത്തെ മിഡ്ഫീൽഡിൽ ഏറ്റവും ആദ്യം ഞാൻ വെക്കുന്ന പ്ലെയർ എന്ന് പറയുന്നത് കോബി മേനു ആണ്. കോബി മേനുവിൻ്റെ കൂട്ടത്തിൽ കസമീറോ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കോബി മേനു, കസമീറോ, ബ്രൂണോ ഫെർണാണ്ടസ്, ഈ ഒരു മിഡ്ഫീൽഡാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ 2 വിങ്ങിലും, ഒരു വിങ്ങിലും റാഷ്ഫോർഡിനെ ഈ ഒരു മാച്ചിലും കൂടെ ചാൻസ് കൊടുക്കുക. അപ്പം റാഷ്ഫോർഡിനെ ഈ ഒരു മാച്ചിലും കൂടെ ചാൻസ് കൊടുക്കുക. റാഷ്ഫോർഡ്, ഗർനാച്ചോ, ഹോയ്ലൻഡ്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഒരു പ്രോബബിൾ 11, അല്ലെങ്കിൽ ഞാൻ ഓൺ ദ ഫീൽഡ് കാണാൻ ആഗ്രഹിക്കുന്ന ടീം ഇതാണ്. അല്ലെങ്കിൽ ഇപ്പം റാഷ്ഫോർഡിനെ ഇപ്പം നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണം എന്ന കഴിഞ്ഞ മാച്ചിലൊക്കെ പെർഫോമൻസ് വെച്ചിട്ട് റാഷ്ഫോർഡിനെ ഡ്രോപ്പ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ ഗർനാച്ചോ, റൈറ്റ് വിങ്ങിൽ അമാദ്. ആ രീതിയിലുള്ളൊരു മാറ്റം വേണമെങ്കിലും നടത്തിയാലും വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പം അത്രയൊക്കെ ഉള്ളൂ വീഡിയോ, ഈ ഒരു മാച്ചിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. ഗ്ലോറി മാൻ യുണൈറ്റഡ്. ബൈ ഗൈസ്.